മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹി അമ്പലത്തിൽ പോയപ്പോൾ ആ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. ആ കാര്യങ്ങളെല്ലാം മഹി മോഹിനിയോട് പറയുകയാണ് കേട്ടോ. മോഹിനി അതെല്ലാം കേട്ടിട്ട് ആകെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് മുത്തശ്ശി ആശുപത്രിയിൽ നിന്ന് കയറി പോകുന്നത് കേട്ടോ. കയറി പോകുമ്പോൾ ഈ മോഹിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. മുത്തശ്ശി ഇങ്ങനെ കലി തുള്ളിയിട്ട് മോഹിനിയോട് ചോദിക്കുക, എടി എൻ്റെ കൊച്ചുമോളിന് ഈ ഗതി വരുത്തിയത് നീയും നിൻ്റെ മോളും കൂടിയിട്ടല്ലേടി, അത് നിൻ്റെ മരുമോനും കൂടിയിട്ടല്ലേ നീ ചെയ്തത്, നീ എന്താടി ചെയ്തത്, നീ നിൻ്റെ പിറന്നാൾ സദ്യക്ക് നീ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത കാരണമല്ലേ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് മുത്തശ്ശി മോഹിനി ഇങ്ങനെ വഴക്ക് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, ഞാൻ എൻ്റെ കുട്ടി എൻ്റെ മോളല്ലേ അവൾക്ക് ഞാൻ എന്തെങ്കിലും വേണ്ടാത്ത തരം ചെയ്യുമോ, ഞാൻ അങ്ങനെ ചെയ്യുമോ, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വീണ്ടും അരിശം വരികയാണ് കേട്ടോ. എന്താടി നീ പറഞ്ഞത്, നീ ഒറ്റൊരുത്തി കാരണമാണ്, നീയും നിൻ്റെ മകളും കാരണമാണ് എൻ്റെ കൊച്ചുമോൾ ഈ അവസ്ഥയ്ക്ക് കാരണം, അവളുടെ കുഞ്ഞിനെയും കൊന്നിട്ട് നീ ഇരുന്ന് എന്നോട് സംസാരിക്കാൻ മാത്രം ആയോ എന്ന് ചോദിച്ചിട്ട് മുഖം അടിക്കാൻ പോവുകയാണ് മോഹിനി കേട്ടോ. ആ അടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് മഹാലക്ഷ്മി ഇങ്ങനെ പിടിക്കുകയാണ്. ഇനി ഈ അടി ഇവിടെ നടക്കില്ല, എൻ്റെ അമ്മ അല്ല അത് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ തെളിയിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വന്നിട്ട് വിളിച്ചിട്ട് പറയുക, ആരാണ് പായസത്തിൽ വിഷം കലർത്തിയെന്നും ആ ഒരു സിദ്ധം വന്ന കാരണം ആ പായസം എടുക്കാൻ പറഞ്ഞത് കാരണം ഞാനത് കഴിച്ചില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പായസം എടുത്ത് കുടിച്ചതും അതിൽ വിഷം നിങ്ങൾക്ക് ഏത് ലാടനാണ് തന്നത് എന്നുള്ളതും എല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകണോ, ആരൊക്കെ പോവും, എൻ്റെ അമ്മയാണോ അതോ ഞാനാണോ പോകുന്നത് അറിയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ കേൾക്കുമ്പോൾ മുത്തശ്ശിയാകെ പകച്ചു പോവുകയാണ് കേട്ടോ. ഇവളെങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞേ എന്ന് പറഞ്ഞിട്ട്, ഇനി മേലിൽ എൻ്റെ അമ്മയെ നിങ്ങൾ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വേദനിപ്പിക്കരുത്, വേദനിപ്പിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മോനും കൂടി ജയിലിൽ പോയി കിടക്കാം, അതിനുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം, ഞാനത് ചെയ്യുകയും ചെയ്യും എന്നിങ്ങനെ മഹാലക്ഷ്മി ദേഷ്യത്തോടു കൂടിയിട്ട് പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ കൊച്ചുമോളും അവൾ എൻ്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് വെച്ചതാണ് അത്, ഈശ്വരൻ എന്നുള്ള ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ആ കുഞ്ഞു പോകാനിടയായത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം മഹാലക്ഷ്മി ദേഷ്യത്തോട് കൂടിയിട്ട് കമലേശ്വരത്തേക്ക് വരികയാണ് കേട്ടോ. അതേസമയം ദുർഗയും ഉണ്ണിയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും അമ്മേ, അവൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞു പോയല്ലോ, ഇനി കരുണയെ ഞാൻ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, കരുണ ഒരു ഭ്രാന്തി പോലെ തന്നെ ആയി എന്നിങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി അതിലെ പാസ് ചെയ്യും, വെടി ഇവിടെ നിൽക്കടി എന്നിങ്ങനെ പറയും കേട്ടോ. എന്താ നിങ്ങൾ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കും. നിനക്കിപ്പോൾ സന്തോഷമായില്ലേ കുഞ്ഞു പോയത് എന്നിങ്ങനെ ചോദിക്കും. അത് ദുർഗ ചോദിക്കുമ്പോഴേക്കും തന്നെ ഉണ്ണിയും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായില്ലേ കുഞ്ഞു പോയപ്പോൾ, നിങ്ങൾക്കില്ലാത്തത് നിങ്ങളുടെ അനിയത്തിക്കുള്ള കാരണം നിങ്ങൾക്ക് അസൂയാണ് അവളോട്, ആ അസൂയ കാരണമാണ് നിങ്ങൾ അവളെ മനഃപൂർവ്വമാണ് അവളുടെ കുഞ്ഞില്ലാതാക്കാൻ വേണ്ടി നിങ്ങളാണ് എന്തോ ചെയ്തത് എന്നിങ്ങനെ ഉണ്ണി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ഉണ്ണി, നീ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചോ, അതിൽ കടന്ന് സംസാരിക്കരുത്, നിൻ്റെ ഭാര്യ എന്താ ചെയ്തത് നിൻ്റെ ഭാര്യയ്ക്ക് അറിയും, മുത്തശ്ശിക്ക് പറയാം, അത് ചോദിക്കുക, അവൾ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് അവൾ അനുഭവിക്കുന്നത്, അല്ലാതെ ഞാനല്ല. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, നീ എന്നെ മേലിനി എൻ്റെ അടുത്ത് ഈ വർത്തമാനം പറയരുത് എന്നിങ്ങനെ മഹാലക്ഷ്മി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ദുർഗ പറയും, നീ എന്നോട് എപ്പോഴും മിണ്ടരുത് എന്ന് പറയരുത്, എന്താടി നീ പറയുന്നത് മാത്രം ഞങ്ങൾ കേൾക്കണമെന്ന്, ഇനി അതേപോലെ തന്നെ അവനോട് നീ മിണ്ടരുത് എന്നിങ്ങനെ പറയല്ലേ, എന്താടി അത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ദുർഗ മഹാലക്ഷ്മിയോട് ഇങ്ങനെ കയർക്കുകയാണ് കേട്ടോ. അത് കേട്ടുകൊണ്ടാണ് കണ്ണൻ വരിക. കണ്ണൻ വന്നിട്ട് പറയും, അവൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, അവളുടെ വീടാണിത്, അവൾക്ക് സൗകര്യമുള്ളവിടെ ഇരിക്കുക, അല്ലാത്തവർക്ക് പോവാം, അല്ലാതെ അവളെ ഭരിക്കാൻ മാത്രം ആരും ആയിട്ടില്ല, അവളുടെ ഔദാര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഉണ്ണിയോട് കണ്ണൻ പറയും, നീ എന്തിനാ അവളെ ചീത്ത പറയണ, നിൻ്റെ ഭാര്യയെ നീ നിലയ്ക്ക് നിർത്ത്, പിന്നെ നിങ്ങളുടെ ഇടയിൽ ആ കുഞ്ഞ് വരാതിരുന്നത് വളരെ നല്ല കാര്യമായി, ആ കുഞ്ഞും കൂടി നിങ്ങളെപ്പോലെ ആയേനെ, അതിൽ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ, പക്ഷേ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടി വെച്ചത് അവൾക്ക് തന്നെ കർമ്മഫലം കിട്ടി, അത് കർമ്മഫലമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ മഹാലക്ഷ്മിയെ ഭരിച്ച് ഇവിടെ ജീവിക്കാമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതരുത്, മഹാലക്ഷ്മി എന്ത് പറയുന്നതോ അതനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തിയുള്ളവർക്ക് മാത്രം ഇവിടെ ഇരിക്കുക, അല്ലാത്തവർക്ക് ഈ നിമിഷം ഇവിടെ നിന്നും പോകാം എന്നിങ്ങനെ പറയും കേട്ടോ. കണ്ണൻ ദേഷ്യത്തിലാണ്, അതേപോലെ തന്നെ മഹാലക്ഷ്മിയും ദേഷ്യത്തിലാണ്. ഉണ്ണിക്കാകെ ദേഷ്യം വന്നിട്ട് ഉണ്ണി അങ്ങനെ ചവിട്ടി തുള്ളി പോകണം കേട്ടോ. എത്ര കാലമായി ഇവളുടെ ആട്ടും തൂപ്പും കേട്ടിട്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ.